നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കാക്കനാട് സതേൺ സ്പൈസ് എന്ന് പറയുന്നൊരു ഹോട്ടൽ ഏകദേശം ഇൻഫോ പാർക്കിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വിളിക്കാം. ഈ വീഡിയോ ചെയ്യുന്നത് അവിടെ ജിപ്സ ബീഗ് എന്ന് പറയുന്ന ഒരു യുവതി അവിടുന്ന് ഫുഡ് വാങ്ങി അവർ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കാനായിട്ട് വാങ്ങിയതാണ്. അവിടെ കൊണ്ട് അഴിച്ചു നോക്കുമ്പോൾ പഴകിയ ഫുഡാണ്, ഒരു 3-4 ദിവസം പഴക്കമുള്ള ഫുഡാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. അങ്ങനെ അവരെ അതുമായിട്ട് വന്നിട്ട് ഇവിടെ വന്നു, ഹോട്ടലിൽ വന്നപ്പോൾ അവിടെ ഒരു ഹിന്ദിക്കാരിയും ഒരു ചെറിയ കുട്ടിയാണ്, വേറെ ആരുമില്ല. ഹിന്ദി ഭാഷ സംസാരിക്കുന്ന യുവതിയും ഒരു ചെറിയ കുട്ടിയുള്ളൂ. അപ്പോൾ അവിടുന്ന് ഈ ഓണറുടെ നമ്പർ ചോദിച്ചു. ഓണറെ വിളിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഓണർ ആഴ്ചയിൽ ഒരു 3-4 ദിവസമൊക്കെ അവിടെ വന്ന് നോക്കുകയുള്ളൂ. ഇനി അഥവാ അയാളുണ്ടെങ്കിൽ തന്നെ സ്ഥാപനത്തെ സപ്പോർട്ട് അയാൾ ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ അയാൾക്ക് അയാളുടെ ഫുഡ് ചിലവായി പോകണ്ടേ. അപ്പോൾ പുറത്തുനിന്നുള്ള ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ ചിലപ്പം മൈൻഡ് ചെയ്യില്ല. കാരണം എങ്ങനെയും ചിലവായി പോട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ ഈ ഫുഡ് യുവതി കൊണ്ടുവന്നിട്ട് അയാൾ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോറി എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ അയാളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇങ്ങനത്തെ ഹോട്ടലുകളൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തുറന്ന് പ്രവർത്തിക്കാൻ സമ്മതിക്കരുത്. ഫുഡ് ഇൻസ്പെക്ടർ മറ്റേ ഇൻസ്പെക്ടറൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തായാലും നോക്കണം. കാരണം ഒരു മനുഷ്യൻ കഴിക്കാനുള്ള ഫുഡല്ലേ, കഴിക്കാനുള്ള ഫുഡാണ് ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നത്. ചിലപ്പോൾ വീട്ടിൽ വെച്ചുണ്ടാക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒരു ദിവസം ഹോട്ടലിൽ നിന്ന് കഴിക്കണമെന്ന് വെച്ചിട്ടാവും അവർ വാങ്ങുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നാറിയ ഫുഡൊക്കെ കൊടുത്തു കഴിച്ചാൽ എങ്ങനെ ശരിയാവുക? ഫുഡ് ഇൻസ്പെക്ടർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് ഇങ്ങനത്തെ ഹോട്ടലൊക്കെ നടപടിയെടുത്ത് കൂട്ടിക്കണം. കാരണം ഇൻഫോ പാർക്കിൻ്റെ അടുത്താണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ഹോട്ടൽ. അപ്പോൾ ഈ ഇൻഫോ പാർക്കിൻ്റെ ആ റോട്ടിൽ എവിടെയെങ്കിലും ആവും ഈ സതേൺ സ്പൈസ് എന്ന് പറയുന്ന ഹോട്ടൽ. ഞാൻ കണ്ടിട്ടില്ല. അപ്പം ലൊക്കേഷൻ അവിടെ നിന്നാണ് യുവതി പറയുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അടുത്തല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫോ പാർക്കൊക്കെ അടുത്തുണ്ടാകുമ്പോൾ നിങ്ങൾ കുറേയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വരുന്നതല്ലേ. ഇതെവിടെയാണെന്നുള്ള കറക്റ്റ് ചിലപ്പോൾ അവിടെ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അവിടെ തിരിഞ്ഞിട്ട് അവിടെ നേരെ ഒരു ജംഗ്ഷനുണ്ട്, അവിടെ ആവും. സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, കുറേ മുമ്പ് ഞാൻ അവിടെ പോയതാണ്, അവിടെ ജോലി ചെയ്തതാണ്. ഇടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് ഇടച്ചിറ. അവിടെ എവിടെയെങ്കിലും ഈ സതേൺ സ്പൈസ് എന്ന് പറയുന്ന ഹോട്ടൽ വരുന്നത്. എന്തായാലും ഇവർ തിരിച്ചു വന്നു, ഭക്ഷണം മാറ്റി കൊടുക്കാം, കാശ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. കാശ് പോകണമല്ല പ്രശ്നം, ഫുഡ് എനിക്ക് ക്ലിയറായിട്ട് കിട്ടണം. ലാസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ ആരോ വീഡിയോ പിടിക്കുന്നുണ്ട്. ന്യൂസ് ചാനലുകാരാണോന്നുള്ള അറിയില്ല. ആരോ ഒരാളെ വീഡിയോ കൊണ്ടുവന്ന് പിടിച്ചിട്ട് അയാളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നാറിയ ഹോട്ടലൊക്കെ അടച്ചു വെക്കുക. വെറുതെ മനുഷ്യന്മാരെ കൊല്ലാക്കൊല ചെയ്യരുത്. എന്നിട്ട് ഇവർ 2 ദിവസം സുഖമില്ലാതെ ഹോസ്പിറ്റലായെന്ന് പറഞ്ഞു, ഇന്നലെ ഒരു ദിവസം. അപ്പം അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ സുഖമില്ലാത്തതിൻ്റെയൊക്കെ നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് അറിയത്തില്ല. കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. എന്നിട്ട് ആ ഭക്ഷണം ബാക്കി പൊതിഞ്ഞ് കെട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്തായാലും ഭയങ്കര അക്രമം തന്നെയാണിത്. ഇങ്ങനെ കാശുണ്ടാക്കുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് കക്കാൻ പോയിക്കൊടുന്നു. ഒരു മനുഷ്യൻ ഒരു ഹോട്ടലൊക്കെ ഉണ്ടാക്കും, നല്ല ഫുഡ് ഉണ്ടാക്കണം, എന്നാലും ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. വെറുതെ കോപ്പിലെ പരിപാടി കാണിച്ചുകൊണ്ട് നിൽക്കരുത്. മനസ്സിലായില്ലേ? അല്ല, ഇങ്ങനത്തെ നാറിയ ഹോട്ടലൊക്കെ കേരളത്തിലുണ്ടെങ്കിൽ അതാരും കണ്ടുപിടിക്കാനില്ല. ഫുഡ് ഇൻസ്പെക്ടർ എന്നുള്ള എറണാകുളത്ത് വന്ന് എവിടെ ഒരു ഹോട്ടലിൽ കയറി അവിടെ ഒരു ഹോട്ടലിൽ ചെക്കിങ് നടത്തി ഫുഡ് പിടിച്ചു എന്ന് പറഞ്ഞു. സംഭവം ശരിയാണ്. അതുപോലെ തന്നെയാണ് ഈ കാക്കനാടും. എവിടെ ആയാലും ഇത് കേരളത്തിൻ്റെ ഏത് മൂലയ്ക്കാണ് ഇത് കണ്ടുപിടിക്കണം. വെറുതെ എങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ചില ആൾക്കാർ കമൻറ്റിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് ഇത് പാടുമായിട്ട് വരുന്നത്. കാരണം അതിപ്പോൾ ആരെയും പറയേണ്ട കാര്യമൊന്നുമില്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ വീട്ടിലുണ്ടാക്കണം എന്നുണ്ടാവും, ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണുണ്ടാവും. അപ്പോൾ ഈ വീട്ടിലുണ്ടാക്കാത്ത ഒരു ഹോട്ടലിൽ വന്ന് കഴിച്ചു കഴിഞ്ഞാലേ അവർക്ക് ഭക്ഷണത്തിന് ആ പൈസ കിട്ടുള്ളൂ, ഹോട്ടലുകാർക്ക് കച്ചവടം നടത്തുള്ളൂ. അപ്പോൾ ആ ന്യായീകരണം അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതിനകത്തൊന്നും വലിയൊരു കാര്യമില്ല. പല ആൾക്കാരും പല രീതിയിൽ കഴിക്കുന്നവരുണ്ടാവും. ഹോട്ടലിൽ നല്ല ഉണ്ടാക്കുക, ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുക, വൃത്തിയുടെ പണിക്കാരെ വെക്കുക, ഹോട്ടലിൽ ഡെയിലി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കുക, പാത്രങ്ങളിൽ നല്ല സോപ്പിട്ട് കഴുകുക, സോപ്പോ സർഫോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെനോയിലിട്ടിട്ട് കഴുകുക, നല്ല ഭക്ഷണം ഉണ്ടാക്കുക. ഈ ചില ഹോട്ടലിലൊക്കെ നമ്മൾ ഫുഡ് ഈ പൊറോട്ടയ്ക്ക് ഇറച്ചി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം
ഒരു ചുവ ഉണ്ടാവും. ചുവ ഉണ്ടാകുക വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തലേ ദിവസത്തെ ആവും, അത് രാവിലെ ചൂടാക്കിയതാവും, അല്ലെങ്കിൽ 2 ദിവസം മുൻപത്തെ ആവും. അത് ചില ഹോട്ടലിലൊക്കെ ഈ ഈ മീനൊക്കെ പൊരിച്ച എണ്ണ അല്ലെങ്കിൽ ഈ എന്തെങ്കിലുമൊക്കെ വറുത്ത എണ്ണ ഉണ്ടല്ലോ, അത് എടുത്ത് വെക്കും, പിന്നെയും രാവിലെ അതിലുണ്ടാക്കും. ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ, അപ്പോൾ ആ അങ്ങനത്തെ എണ്ണ പിന്നെ എടുത്ത് വെക്കും, പിന്നെയും രാവിലെ അത് എടുത്തുണ്ടാക്കും. അതൊക്കെ ഈ ഒരുപാട് പല മാരക രോഗങ്ങൾക്ക് അത് കാരണമാണ്. അതറിയത്തില്ലേ? അറിയത്തില്ലെങ്കിൽ അത് മനസ്സിലാക്കണം. കാരണം ഇവനൊക്കെ എത്രയും വേഗം കസ്റ്റഡിയിൽ ഫുഡ് ഇൻസ്പെക്ടർ വന്ന് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് ഇവനൊക്കെ. കാരണം ഇതൊന്നും തുറന്ന് പ്രവർത്തിക്കാൻ സമ്മതിക്കരുത്. ഇതിവിടെ നിന്നല്ല, എല്ലായിടത്തും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ഒരു കാക്കനാട് ഹോട്ടൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ പല ഹോട്ടലിലും ഇന്ന് കേരളത്തിൽ ഇങ്ങനെയാണ്. കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെയും, ലോകത്ത് എവിടെ ഇങ്ങനെ തന്നെ. ഈ കള്ളപ്പരിപാടി ചെയ്തിട്ട് എങ്ങനെയും ലാഭം ഉണ്ടാക്കിയിട്ട് 10 റുപ്യ പൈസ ഉണ്ടാക്കിയിട്ട് എങ്ങനെയും ജീവിക്കുന്ന ഹോട്ടലുകാരാണ് അപ്പോൾ അധികം. ആരും നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നവരൊന്നുമില്ല, അത് വളരെ ചുരുക്കമുള്ളൂ. അതേപോലെ ചിലർ കൈ നനച്ച് പിടിച്ചിട്ട് കൈ കഴുകിയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ തന്നെ വന്നിട്ട് പൊറോട്ട എടുത്ത് തരിക, ചപ്പാത്തി എന്നിട്ട് അവൻ്റെ കയ്യിലത്തെ വെള്ളമൊക്കെ ആ മയിലും അതൊക്കെ പാടെ അതിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. എന്നിട്ട് അത് വേണം, അതൊക്കെ അവൻ്റെ മോന്തയ്ക്ക്, അങ്ങനെയുള്ളവൻ്റെയൊക്കെ മോന്തയ്ക്ക് എടുത്തെറിയാണ് വേണ്ടിയതൊക്കെ. അല്ല, ഞാൻ പറഞ്ഞില്ല, അത് വേണ്ട. അങ്ങനെയുള്ള പല സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്യാൻ പാടില്ലത്. അപ്പോൾ തന്നെ അതിൻ്റെ മോന്തയ്ക്ക് എടുക്കുക. അതായത് ഞാൻ ചില ഹോട്ടലിൽ ചെല്ലുമ്പോൾ എനിക്കറിയാം, ചിലപ്പോൾ ചായ എടുത്തിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ മുഖത്തേക്ക് ചൊറിയുക, അല്ല മുണ്ട കൈയിട്ട് തുടയ്ക്കുക, അല്ലെങ്കിൽ ഷർട്ട ചൊറിയുക, കഷ്ണം ചൊറിയുക. എന്നിട്ട് ആ മയിരിലെ കൈയായിട്ടാണ് പിന്നെ ഫുഡ് എടുത്ത് വരാൻ വരാം. അപ്പോൾ തന്നെ ഫുഡ് ഞാൻ ക്യാൻസലാക്കും. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഫുഡ് ക്യാൻസലാക്കിയതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. ഇതാണ് ഈ ചൊറിച്ചിൽ, ഈ മാന്തൽ, എന്നിട്ട് വൃത്തിയാണ്. കൈ നനച്ച് കഴുകി തുടയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല. വില ഈ പ്ലക്കർ ഉണ്ടല്ലോ, ഈ സാധനങ്ങളെടുത്ത് ആഹാരങ്ങൾ എടുക്കുന്ന പ്ലക്കർ, എന്ത് സാധനമുണ്ട്, ഈ സ്നാക്സ് ആയാലും എന്തായാലും അതെടുക്കുന്ന പ്ലക്കറായിട്ട് എടുക്കുക. എന്ത് സാധനമായാലും ആ പ്ലക്കറായിട്ട് എടുത്ത് പാത്രത്തിൽ വെച്ചിട്ട് എടുത്ത് തരുവാണ് നല്ല കാര്യം. കൈ കഴുകണം, എന്നാലും കൈ കഴുകണം. എന്നിട്ട് ഈ പ്ലക്കർ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചിട്ട് പ്ലക്കർ ആരെങ്കിലും എടുത്ത് അങ്ങോട്ടൊന്ന് തട്ടി ഇങ്ങോട്ട് തട്ടി പിന്നെ ഈ ആഹാരത്തിൻ്റെ ഉള്ളിൽ ഈ പ്ലക്കർ വീഴുന്നത്. ഇത് പല ഹോട്ടലിൽ ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ്. ഈ നാറിയ പരിപാടി എന്നാ അവസാനിക്കുന്ന അന്ന് നാട് നന്നാവുള്ളൂ. വെറുതെ മനുഷ്യന്മാർക്ക് അസുഖം വരുന്നത്. ഇതിപ്പോൾ വീഡിയോ ചെയ്തില്ലെങ്കിൽ വലിയ ഇതാണ്, അത് മനസ്സിലാക്കണം. നാളെ ഇതേപോലെ ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ശരിയെന്നത് നിർത്തുന്നത്.